അറബ് നാടുകളിൽ ഉണ്ടാക്കുന്ന ഡെസേർട്ടായിരിക്കുന്ന കുനാഫ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതിനാവശ്യമായത് കുനാഫയുടെ ഡോ ആണ്. ഇതിന്ന് എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. ഞാനൊരു പാക്കറ്റിൽ നിന്നും വളരെ കുറച്ച് അതിൻ്റെ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഡോയിന് നമുക്ക് നന്നായിട്ട് ഒരു പാത്രത്തിലിട്ട് കൈകൊണ്ട് പിച്ചിയെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കാവുന്നതാണ്. ഇതിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ കൈ ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഇതുപോലെ അടർത്തി ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് നന്നായി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഈ രീതിയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. അപ്പോൾ പാനിൽ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഈ ഡോ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് വെക്കുക. നേരത്തെ എടുത്ത ഡോയുടെ ഹാഫ് പോർഷൻ മാത്രമേ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഹാഫ് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ക്രീം കൂടെ ആഡ് ചെയ്ത ശേഷം മാത്രമേ ബാക്കി ആവശ്യമുള്ളൂ. നമുക്കിനി ക്രീമിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം 1/4 കപ്പ് പാല്, 1/4 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മൈദപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതും 1 പീസ് ചീസുമാണ് നമുക്കിതിനാവശ്യം. ആദ്യം പാല് നമുക്ക് ചൂടാവാനായി വെക്കാം. അത് ഏതാണ്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പഞ്ചസാരയും മൈദപ്പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കുക. ചീസ് കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ക്രീമി പരുവായി കിട്ടുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ റെഡിയായി. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതങ്ങനെ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കിയെടുക്കണം. ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒക്കെയാണ്. ഈ രീതിയിൽ അങ്ങനെ എല്ലാ ഭാഗത്തും ക്രീം തേച്ച് വെച്ചു. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെയായി എടുത്ത് നേരത്തെ ആക്കിയിരുന്ന അതേ അളവിൽ തന്നെ പരത്തിയെടുക്കും. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടാക്കിയിരുന്ന അതേ ഒരു അളവിൽ തന്നെ ഞാൻ നന്നായി ഇത് പരത്തിയെടുത്ത് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതെവിടെ നിന്ന് കുക്കാകുമ്പോഴത്തേക്കും നമുക്കിതിന് ഒഴിക്കേണ്ടതായിരിക്കുന്ന സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് സിറപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുനാഫയുടെ മറുവശം കൂടെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് പൊട്ടാതെ രീതിയിൽ പ്ലേറ്റോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അതിന് മറുവശത്ത് വേവാനായിട്ട് പാനിലോട്ട് വെക്കും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കുനാഫ ഇപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് സിറപ്പ് അതിന് ഒഴിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക. എല്ലാ ഭാഗത്തും സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാം, പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീമൊക്കെ ഒഴിച്ച് അതിന് മുകളിൽ ഇത്തരത്തിൽ ബദാം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ആ പിസ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയുണ്ടാവും. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ എമ്മിയായിട്ടുള്ള ഈ ഡെസേർട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.